ശബരിമലയിൽ ആടിയ നെയ്യ് ക്രമക്കേടിൽ വിജിലൻസ് പരിശോധന. സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലുമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ മുരളി, ഈ വിഷയത്തിൽ വിജിലൻസ് കേസെടുത്തിരുന്നു. 33 ദേവസ്വം ജീവനക്കാർ പ്രതിസ്ഥാനത്തുണ്ട്. 36 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേടാണ് ഈ ആടിയ നെയ്യ് ക്രമക്കേടിൽ ഉണ്ടായിരിക്കുന്നത്. പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശബരിമലയിൽ വിജിലൻസിന്റെ തിരക്കിട്ട നീക്കം നടക്കുകയാണ്. ശബരിമലയിൽ ആടിയ നെയ്യ് ക്രമക്കേടിൽ വിജിലൻസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയാണ് നടക്കുന്നത്. സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലുമാണ് പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 33 ജീവനക്കാരെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. മാത്രവുമല്ല 36 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, പറയൂ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ഹൈക്കോടതി കണ്ടെത്തലിലാണ് 33 പേർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നലെ കേസെടുത്തത്. അതിന് തൊട്ട് പിന്നാലെയാണ് വിജിലൻസിന്റെ നീക്കം. ആടിയ നെയ്യ് ക്രമക്കേട് നടത്തി അത് ഭക്തർക്ക് വിൽപ്പന നടത്തിയതിലൂടെയാണ് ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പ് സന്നിധാനത്ത് നടന്നത്. ഇതിൽ കണ്ടെത്തൽ നടത്തുന്നതിന് വേണ്ടിയാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധന സന്നിധാനത്ത് 4 ഇടത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെ വഴിപാട് കൗണ്ടറുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിജിലൻസ് തിരക്കിട്ട പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആടിയ നെയ്യ്, അത് അഭിഷേകം ചെയ്ത നെയ്യ് ഭക്തർക്ക് ലഭിക്കാതെ വരുന്ന ഭക്തർ കൗണ്ടറുകൾ വഴി പണമടച്ച് ഈ നെയ്യ് കൈപ്പറ്റുകയായിരുന്നു. ഇങ്ങനെ പണമടച്ച് നെയ്യ് സ്വീകരിക്കുമ്പോൾ ഇതിൽ അടയ്ക്കുന്ന പണവും ഇതിൽ നൽകുന്ന നെയ്യുടെ അളവിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ഹൈക്കോടതി ഇക്കാര്യത്തിൽ വലിയ ക്രമക്കേട്, ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി വിലയിരുത്തുകയും പിന്നീട് അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. ഈ പ്രത്യേക സംഘം 36 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് ഉണ്ട് എന്നുള്ള പ്രാഥമിക കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഈ തുക ഉയരുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത്. 2 രീതിയിൽ. ഒന്ന്, ആടിയ നെയ്യ് ഭക്തർക്ക് കൗണ്ടറിൽ നിന്നും പണം രസീത് കൈപ്പറ്റി വഴിപാട് കൗണ്ടറുകൾ വഴി നൽകുമ്പോൾ ഈ രേഖപ്പെടുത്തിയിരുന്ന പണത്തിൽ നൽകുന്ന അളവിലും ഭക്തരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന പണത്തിലും വെട്ടിപ്പ് നടത്തിക്കൊണ്ട്, ക്രമക്കേട് നടത്തിക്കൊണ്ട് ഭക്തർക്ക് നൽകുന്നു. ഇങ്ങനെ 2 രീതിയിലാണ് ക്രമക്കേട് നടത്തിയത്. ഒന്ന്, ഭക്തരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന രസീതിൽ ക്രമക്കേട് നടത്തുന്നു. 2, നൽകുന്ന നെയ്യുടെ അളവിൽ വ്യത്യാസം വരുത്തുന്നു. ഇങ്ങനെ 2 രീതിയിൽ ക്രമക്കേട് നടത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് പ്രാഥമികമായി ഉണ്ടായിരിക്കുന്നത്. 33 പേർക്കെതിരെ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെയാണ് തിരക്കിട്ട് ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടി കൗണ്ടറുകളിലും ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ വിജിലൻസിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. 36 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണുള്ളത്. ഈ തുക ഉയരുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത് കണ്ടെത്തുക, പ്രാഥമികമായി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ഈ രജിസ്റ്ററിൽ നിന്നും മറ്റ് രേഖകളും പരിശോധിച്ചുകൊണ്ട് പണം കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രാഥമികമായി സന്നിധാനത്തെ 4 ഇടങ്ങളിൽ പ്രധാനമായും കൗണ്ടറുകൾ, ഓഫീസുകൾ ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജിലൻസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നീലിമ. ഓക്കെ മിഥുൻ.